ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും തിന്മയെ വെറുക്കാനും നന്മയെ മുറുകെ പിടിക്കാനും വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തിന്മയെ വെറുക്കുക, നന്മയെ മുറുകെ പിടിക്കുക. റോമ 12:9. ഈ വാക്കുകൾ സഹോദരങ്ങളെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആണിക്കല്ലാണ്. ഈ ലോകം, പാപപങ്കിലമായ ഈ ലോകം, സ്വദോം ഗൊമോറയെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ നന്മയും തിന്മയും ഇടകലർന്നിരിക്കുന്നു. പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ എല്ലായ്പ്പോഴും നമ്മെ വലയം ചെയ്യുന്നു. അതുകൊണ്ടാണ് നാം ജാഗ്രത പാലിക്കേണ്ടത്. തിന്മയോടുള്ള നമ്മുടെ നിലപാട് നിഷ്പക്ഷമാകരുത്. അത് വ്യക്തമായ തിരസ്കരണമായിരിക്കണം. തിന്മയെ വെറുക്കുക എന്നതിനർത്ഥം തിന്മ ചെയ്യുന്ന വ്യക്തിയെ വെറുക്കുക എന്നല്ല, മറിച്ച് തിന്മയായ പ്രവൃത്തിയെയും അതിൻ്റെ ഉറവിടമായ പാപത്തെയും വെറുക്കുക എന്നാണ്. ആ വ്യക്തിയെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുകയും ആ വ്യക്തി മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ള ക്രൈസ്തവ ദൗത്യം നാം ഓരോരുത്തരും നിക്ഷിപ്തമാണ്. പാപം നമ്മിൽ നിന്ന് അകന്നു പോകേണ്ട ഒരു മാലിന്യമാണ്. ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് ട്രാഷ്. നമ്മുടെ ആത്മാവിനെ കളങ്കപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും നാം അകന്നു നിൽക്കണം സഹോദര സഹോദരി. കർത്താവിൻ്റെ കൃപയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയും മാത്രമേ ഇത് സാധ്യമാകൂ. അതേസമയം നന്മയെ മുറുകെ പിടിക്കുക എന്നത് ഒരു സജീവമായ തിരഞ്ഞെടുപ്പും കൂടിയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും കരുണയിലും അധിഷ്ഠിതമായ പ്രവൃത്തികളാണ് നന്മ. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക, മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കുക, അയൽക്കാരനെ സഹായിക്കുക. നാം കണ്ടുമുട്ടുന്ന സ്ട്രേഞ്ചേഴ്സ്, അവരാണ് അയൽക്കാർ. നമ്മുടെ മുൻപിൽ കർത്താവ് ആരൊക്കെയോ കൊണ്ടുതരുന്നോ അവരൊക്കെയാണ് അയൽക്കാരെന്ന് നല്ല സമരിയാക്കാരൻ്റെ ഉദാഹരണത്തിൽ ആ ഉപമയിൽ കൂടി കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. അതല്ലാണ്ട് നമ്മുടെ മതിലിൻ്റെ അപ്പുറത്ത് ഉള്ള വ്യക്തി മാത്രമല്ല അയൽക്കാർ, അവരും അയൽക്കാരാണ്. അവർ മാത്രമല്ല അയൽക്കാർ എന്നുള്ള ഡെഫിനിഷനിൽ കർത്താവ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. സത്യം സംസാരിക്കാം, ക്ഷമിക്കാം, ക്ഷമ ചോദിക്കാം. വീണ്ടും ഇത് പറയുന്നതിൻ്റെ കാരണം ഇന്ന് പലരും ക്ഷമിക്കാൻ സാധിക്കാതെ ജീവിക്കുകയാണ്. അതൊരു പാപപങ്കിലമായ അവസ്ഥയാണ്. അത് സാത്താൻ ഇടം കൊടുക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായി വസിക്കുന്നെങ്കിൽ കുരിശിലേക്ക് നോക്കുക. കർത്താവ് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിച്ചെങ്കിൽ മാത്രമേ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വാഴുള്ളൂ. ഇതെല്ലാം നന്മയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.